നമസ്കാരം. നവകേരള യാത്രക്കിടെയുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചു എന്ന കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക് മുറുകുകയാണ്. ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലും പേരൂർക്കട പോലീസ് ക്ലബിലും പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അജിത് ക്രമസമാധാന ചുമതലയിലിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് പ്രതികളെ രക്ഷിക്കാനായി അല്ലെങ്കിൽ സംരക്ഷിക്കാനായി കേസ് ഡയറി അടക്കം രേഖകൾ തിരുത്തിയതെന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു. മർദ്ദന കേസ് അന്വേഷിച്ച സംഘം തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് SIT സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ പേരൂർക്കട പോലീസ് ക്ലബിലെത്തിയതിന് തെളിവുണ്ട്, അതായത് വ്യക്തമായ തെളിവുണ്ട്. പോലീസ് ക്ലബിലെ രജിസ്റ്ററിൽ ഉദ്യോഗസ്ഥരുടെ പേരടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്ലബിലെത്തിയത്. ഈ സമയം MR അജിത് കുമാറും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ADGPയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങളും SIT പരിശോധിച്ചു വരികയാണ്. അജിത് കുമാറിന്റെ ഇടപെടൽ സ്ഥിരീകരിക്കാനാണ് നീക്കം. എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചു എന്ന കേസിൽ അന്വേഷണം ADGPയുടെ ഓഫീസിലേക്കും വ്യാപിപ്പിച്ചിരുന്നു. അജിത് കുമാറിന്റെ ഓഫീസിലെ മുൻ ജീവനക്കാർ ഉൾപ്പെടെ അവരുടെ മൊഴിയെടുക്കാൻ, അതായത് ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കാനാണ് നിലവിലെ തീരുമാനം. മർദ്ദനത്തിന് ഉപയോഗിച്ച ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുവാനും തീരുമാനമുണ്ട്. പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങൾ SIT പരിശോധിച്ചു വരികയാണ്. മർദ്ദനത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജ രേഖകൾ ചമച്ചു എന്നും SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയിലാണ് അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്നത്. പോലീസ് ഫോട്ടോഗ്രാഫറുടെ ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന റഫർ റിപ്പോർട്ടിലെ പ്രസ്താവന വെറും പച്ചക്കള്ളമാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ മർദ്ദനം പകർത്തിയിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. റഫർ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യം പകർത്തിയെന്ന കാര്യം വ്യാജമായി രേഖപ്പെടുത്തിയെന്നും SIT ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ സെഷൻസ് കോടതിയിലായിരുന്നു SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം കേസിൽ ഗ്രേഡ് SIമാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടായേക്കുമെന്നാണ് നിലവിലെ വിവരം. എന്തായാലും നാൾക്കുനാൾ ഈ കേസിൽ അജിത് കുമാറിനുള്ള കുരുക്ക് മുറുകുകയാണ്.